ഒരു ക്രിസ്മസ് കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഷേൺസ്റ്റാഡ് കപ്പേളയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് ഏറെ ഹൃദ്യമായൊരു അനുഭവമാണ്. പരിശുദ്ധ അമ്മ ഉണ്ണിയെ സംഭവിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രമാണ് ഷേൺസ്റ്റാഡ് കപ്പേളയിൽ നമ്മൾ പ്രത്യേകമായി സ്ഥാപിച്ച് പ്രാർത്ഥിക്കുക. യുവർ ഷ്രൈൻ ഈസ് അവർ ബെത്ലഹേം. സഭയുടെ സ്ഥാപകനായ ജോസഫ് കെന്നഡിക്കച്ചൻ ഈ കപ്പേളയെക്കുറിച്ച് ഇത് ഒരു ബെത്ലഹേമാണ് എന്ന് പറയുകയുണ്ടായി. 1941 ഡിസംബർ 23 ഷേൺസ്റ്റാഡ് സഭയുടെ ആത്മീയ വഴിത്താരകളിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കപ്പെട്ടു. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് സഭാസ്ഥാപകൻ കാലെടുത്ത് വയ്ക്കുകയാണ്. അദ്ദേഹം നിർബന്ധിത തടവിന് വിധിക്കപ്പെടുന്നു. കോബ്ലൻസിലുള്ള ഒരു തണുത്ത സെല്ലിൽ അദ്ദേഹം കഴിഞ്ഞുകൂടുകയാണ്. സഭയുടെ ഒരംഗമായ മരിയ ഗാഡ് എന്ന് പറയുന്ന സിസ്റ്റർ കെന്നഡിക്കച്ചൻ്റെ മോചനത്തിനു വേണ്ടി ഉണ്ണീശോയുടെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ചെറിയ കത്തെഴുതി. അതിൻ്റെ ഉള്ളടക്കം, പ്രിയപ്പെട്ട ഉണ്ണീശോയെ, ഞങ്ങളുടെ സഭാസ്ഥാപകനായ കെന്നഡിക്കച്ചനെ ഈ ക്രിസ്മസിൽ ദ മിറാക്കിൾ ഓഫ് ദ ഹോളി നൈറ്റ്, അതൊരു ജർമ്മനിലുള്ള പ്രയോഗമാണ്. ക്രിസ്മസിനെ ഒരു മിറാക്കിളായിട്ടാണ്, അത്ഭുതമായിട്ടാണ് അവർ ചിത്രീകരിക്കുക. അങ്ങനെ ഈ ക്രിസ്മസിൻ്റെ അത്ഭുതമായി കെന്നഡിക്കച്ചനെ വിട്ടുകിട്ടുന്നത് ഉണ്ണീശോയെ സാധ്യമാക്കി തരണമേ എന്ന് പറഞ്ഞ് മരിയൻ ഗാഡ് എന്ന സിസ്റ്റർ ഒരു കത്തെഴുതി. ആ സിസ്റ്റർ കോൺവെൻറ്റിലെ മദറിനെ അത് ഏൽപ്പിക്കുകയും മദർ കോബ്ലൻസ് ജയിലിലായിരിക്കുന്ന കെന്നഡിക്കച്ചന് ആ കത്ത് രഹസ്യം എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. കെന്നഡിക്കച്ചൻ ആ കത്തെടുത്ത് വായിച്ച് അദ്ദേഹത്തിൻ്റെ സഹജമായിട്ടുള്ള ഒരു ദൈവാശ്രയ ബോധത്തോടുകൂടി, എപ്പോഴും ഫെയ്ത്ത് ഇൻ ഡിവൈൻ പ്രൊവിഡൻസ്, ദൈവപരിപാലനയിലുള്ള ആഴമായൊരു വിശ്വാസം ചെറിയ കാര്യങ്ങളിൽ പോലും കെന്നഡിക്കച്ചൻ പുലർത്തിയിരുന്നു. അദ്ദേഹം അത് വിചിന്തന വിഷയമാക്കുകയും മരിയൻ ഗാഡ് എന്ന സിസ്റ്ററിന് ഡിയർ ലിറ്റിൽ സിസ്റ്റർ മരിയൻ ഗാഡ് എന്ന പേരിൽ അദ്ദേഹം കത്തെഴുതുകയാണ്. മരിയ ഗാഡ് എന്നാണ് സിസ്റ്ററുടെ പേര് എങ്കിലും മരിയൻ ഗാർഡൻ, പരിശുദ്ധ അമ്മയുടെ പൂങ്കാവനം എന്ന് ആ സിസ്റ്ററിനെ വിശേഷിപ്പിച്ചുകൊണ്ട് കെന്നഡിക്കച്ചൻ ഇങ്ങനെ ഒരു കാര്യം സമൂഹത്തോട് ആവശ്യപ്പെട്ടു. നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയുടെ പൂങ്കാവനമായി, ഗാർഡൻ ഓഫ് മേരി ആയി മാറുകയാണെങ്കിൽ ഉണ്ണീശോ സത്യമായും അത്ഭുതം പ്രവർത്തിക്കും. അങ്ങനെ കെന്നഡിക്കച്ചൻ അന്ന് ആവശ്യപ്പെട്ട ആ ചെറിയ കാര്യം സുഹൃതങ്ങൾ സമ്പാദിക്കുന്നതിനും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ച് ഉടമ്പടി ജീവിതം കൂടുതൽ ഗൗരവത്തോടു കൂടി എടുക്കുന്നതിനും ആ തലമുറയിലെ സന്യാസിനിമാർ, മരിയൻ കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സ് തയ്യാറാവുകയാണ്. അങ്ങനെ മേരിയൻ ഗാർഡൻ, പരിശുദ്ധ അമ്മയുടെ പൂങ്കാവനം എന്നുള്ള ഒരാശയം ഉടലെടുക്കുകയും ഓരോ സിസ്റ്ററും ഒരു കൊച്ചു ലില്ലിപ്പൂവായും ഒരു റോസാപ്പൂവായും ഒരു ഓർക്കിഡായും മാറുന്ന തരത്തിൽ തങ്ങളെ തന്നെ ഇങ്ങനെ സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, കെന്നഡിക്കച്ചൻ 1941 ഡഹാവ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ബന്ധിതനാവുകയും അദ്ദേഹത്തിൻ്റെ ജീവിതം 1945 വരെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തുടരുകയും ചെയ്തു. അദ്ദേഹം ഈ ക്യാമ്പിലെ ഏറ്റവും വലിയ പ്രതികൂലതയുടെ നടുവിൽ വെച്ച് മനോഹരമായ പ്രാർത്ഥനകൾ എഴുതുകയാണ്. അതിലാണ് യുവർ ഷ്രൈൻ ഈസ് അവർ ബെത്ലഹേം എന്ന പേരിൽ യാമ പ്രാർത്ഥനകൾ അദ്ദേഹം എഴുതുമ്പോൾ ഒരു പ്രാർത്ഥനയുടെ ശീർഷകം ഇങ്ങനെയാണ്. ആ കോൺസെൻട്രേഷൻ ക്യാമ്പിലുള്ള വൈദികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാമപ്രാർത്ഥന ചെല്ലുന്നതിന് പുസ്തകങ്ങളില്ല. എങ്കിലും കെന്നഡിക്കച്ചൻ മനോഹരമായി പ്രാർത്ഥനകൾ എഴുതുകയാണ്. പരിശുദ്ധ അമ്മയുടെ കന്യോദരത്തിലൂടെ ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകുന്ന ദിവ്യ തേജസ്സായി ഒരു സൂര്യോദയം പോലെ ഈശോ ഈ കപ്പേളയിലേക്ക് കടന്നു വരുന്നുവെന്ന് നമ്മൾ ഓരോരുത്തരും ക്രൈസ്റ്റ് ബ്രെയറർ ആവണം, ക്രൈസ്റ്റ് ബ്രിങ്ങർ ആവണം, ക്രൈസ്റ്റ് ഗിവർ ആവണം എന്ന് കെന്നഡിക്കച്ചൻ പറയുകയാണ്. ക്രിസ്തുവിനെ സംവഹിക്കുന്നവർ, ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർ
ക്രിസ്തുവിനെ നൽകുന്നവർ. ഇത് അദ്ദേഹം ഏറെ ഡയബോളിക്കായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വെച്ച് ഏറ്റവും പൈശാചികമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് പ്രത്യാശയുടെ ഈ പ്രാർത്ഥന അദ്ദേഹം എഴുതുക. ഇവിടെ നമ്മുടെ ജീവിതത്തിലും പ്രതികൂലതയുടെ നടുവിൽ നമുക്കൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ശിശു സഹജമായ ഒരു ദൈവാശ്രയബോധം നമുക്ക് വേണം. തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ഓരോ പുഷ്പങ്ങളാണ് എന്നും പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ പൂങ്കാവനത്തിലെ പുഷ്പങ്ങളായി നമ്മൾ ഓരോരുത്തരും മാറുന്നതിന് വേണ്ടി പരിശ്രമിക്കണമെന്നൊക്കെ പറയുമ്പോൾ അതൊരു കുട്ടിത്തമായിട്ട് നമുക്ക് തോന്നാം. ലിസുവിലെ കൊച്ചുറാണി പറഞ്ഞതുപോലെ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി ഈശോയുടെ കയ്യിലെ ഒരു കളിപ്പന്ത് പോലെ, ഉണ്ണീശോയുടെ കൊച്ചുത്രേസ്യയെ പോലെ കന്യകച്ചൻ ആവശ്യപ്പെടുന്ന ഒരു ചൈൽഡ് ലൈക്ക്നെസ്, ശിശു സഹജമായ ഒരാശ്രയബോധം നമുക്ക് തീർച്ചയായും ഉണ്ടാകണം. ഈ ക്രിസ്മസ് നമ്മൾ ഗൗരവപരമായ വിചിന്തനങ്ങൾ നടത്തുന്നെങ്കിൽ തന്നെ, നമ്മൾ വലിയ വലിയ സംഗതികൾ ഒരുപക്ഷെ ഈ ക്രിസ്മസിനെ മോടി പിടിപ്പിക്കാനായി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും, പുറമെ വലിയ പുൽക്കൂടുകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ തന്നെയും, നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട് നമ്മൾ ഒരുക്കണം. വിശുദ്ധ അൽഫോൻസാമ്മ, ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധ, ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിനായി ഒരു പുൽക്കൂട് പോലെ തൻ്റെ ഹൃദയത്തിലേക്ക് ഈശോ എഴുന്നള്ളി വരുന്നതിനായി ഓരോ ദിവ്യകാരുണ്യ സ്വീകരണ വേളയിലും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: പരിശുദ്ധ അമ്മേ, അമ്മയുടെ ദിവ്യസുതൻ്റെ ദൃഷ്ടികൾക്ക് ഏറെ പ്രിയങ്കരമാകുന്ന ഒരു പൂങ്കാവനമാക്കി എൻ്റെ ഹൃദയത്തെ മാറ്റണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്കും ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടാകണം. ഒരുപക്ഷെ കെൻ്റണിക്കച്ചൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരു തവണ കോൺസെൻട്രേഷൻ ക്യാമ്പിലുണ്ടായിരുന്നു. അതുപോലെ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടും ഒറ്റപ്പെട്ടും അദ്ദേഹം ഒരു വിദേശ രാജ്യത്തേക്ക് നാട് കടത്തപ്പെട്ട സംഭവമുണ്ട്. 1965 ഡിസംബർ 24 ഷേൺസ്റ്റാട്ട് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ദ മിറാക്കിൾ ഓഫ് ദ ഹോളി നൈറ്റ്, ക്രിസ്മസിൻ്റെ അത്ഭുതം ഉണ്ടാവുകയാണ്. ഏറെ നാൾ ജർമ്മനിയിലുള്ള ഷേൺസ്റ്റാട്ട് പ്രസ്ഥാനത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞിരുന്ന കെൻ്റണിക്കച്ചൻ ഒരു ക്രിസ്മസ് ദിനത്തിൽ തിരിച്ചു വരികയാണ്. അച്ഛൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന പരിശുദ്ധ അമ്മയോടുള്ള സമർപ്പണ ബോധത്തിൻ്റെ ആഴത്തിലുള്ള ജീവിതത്തിന് അദ്ദേഹത്തിന് ലഭിച്ച ഒരു സമ്മാനം കൂടിയായിരുന്നു ആ വിടുതൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ച് നമ്മളുടെ സമർപ്പണ ജീവിതത്തെ ഗൗരവമായി എടുക്കുമ്പോൾ, നമ്മുടെ കൂദാശ ജീവിതത്തെയും നമ്മുടെ ആരാധന ജീവിതത്തെയും നമ്മൾ ഗൗരവമായി എടുക്കുമ്പോൾ, തീർച്ചയായും ഈ കൊച്ചു കപ്പേള നമുക്കൊരു ബെത്ലഹേമായി പരിണമിക്കുകയും ക്രിസ്മസിൻ്റെ വലിയ അത്ഭുതമായ ഉണ്ണീശോ സത്യമായും നമ്മുടെ ഹൃദയത്തിൽ വന്ന് പിറക്കുകയും ചെയ്യും. എല്ലാവർക്കും ഹൃദയപൂർവ്വം ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു.